പെണ്ണുങ്ങളെ ഇടക്കിടക്കൊക്കെ എപ്പോഴെങ്കിലും കൊല്ലം ഒരു 2 കൊല്ലം കഴിയുമ്പോ ഒന്നും ഇങ്ങനെ ടൂറ് പോവാഞ്ഞാല് നിങ്ങൾക്ക് നമ്മളെ അടുക്കളയിൽ തന്നെ അടുക്കള കുട്ടികള് മക്കളത് മാത്രം. ലാസ്റ്റ് ഇവിടെ നിർത്തിയപ്പോ പെരി ഫുള്ള് ബീർ കുപ്പി. ഈ ചങ്ങായി ഇതൊക്കെ കുടിച്ചു തീർത്തതാണ്. കോലത്ത് കണ്ട് ചെപ്പി ഓടിത്തരാൻ 100 രൂപ. പക്ഷെ അതെല്ലാം വിറ്റതല്ല, ഇതല്ലേ ഇവനൊന്നും ഉണ്ടാവില്ല വിചാരിച്ചു നിന്നിട്ടാ ഓരോ അതങ്ങോട്ട് ഉള്ളിക്കിട്ട് എടുത്തപ്പോഴേ ഓൽക്കത് അജത്തറ. അങ്ങനെ കഴിച്ച് നമ്മളിത് ചായ അടിക്കാനായിട്ട് ഒരു സ്ഥലത്ത് കേറിയിട്ടുണ്ട്. ചായ എന്താ ബാബോ? കടി ന്യൂഡിൽസാ. അപ്പോൾ ഇതാ ന്യൂഡിൽസ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടേ കാരണം ഓരോ സ്ഥലങ്ങൾക്ക് പോലെ കാണാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നല്ല വെയിലാണ്, വെയിലും കൊണ്ടുങ്ങാണ്ട് നമുക്ക് കാണണം. പിന്നെ നമ്മൾക്ക് കാണാനുണ്ട് കുറച്ച് റിസ്ക് എടുക്കണമെന്നേ ഉള്ളൂ. അപ്പം ഗൈസ് നമുക്ക് നിങ്ങൾ എന്തായാലും വീഡിയോ കൊണ്ടുപോയി ഗൈസ്. അങ്ങനെ ഇതാ നമ്മള് വീണ്ടും മെട്രോക്ക് പോകണ്ടല്ലേ? അതെ, നമ്മളെ മെട്രോയിലാണ് ഉള്ള യാത്ര മുഴുവൻ. നല്ല റോഡ്, നമ്മളെ റിക്സിയിലാണ്, ഭയങ്കര റോഡ് ഭയങ്കര കൊണ്ടുപോയിക്കാം. മെട്രോ വഴി നമ്മള് കുത്തുമീനാറ്, അതുപോലെ തന്നെ പിന്നെ കാണാൻ ഉദ്ദേശിക്കുന്നത് ലോട്ടസ് പോയിന്റ്. ഈ ടൈം കൊണ്ട് കാണാൻ പറ്റുന്നോട്ടോളം അത്ര ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. ഏതായാലും പിന്നെ നമ്മളെ ഇത് കാണണം, ഇന്ത്യ ഗേറ്റ് കാണണം. കുറച്ച് പ്ലാനുകൾ ഉണ്ട്. സമയം ഏകദേശം ഉച്ചയായി. ഞങ്ങൾ രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചത്, പക്ഷേ ഇന്നലെ എടുത്ത റൂം ഞങ്ങള് തൽക്കാലം വെക്ക് ചെയ്താൽ വേറെ റൂം എടുത്തു. ഇന്നലെ എടുത്ത് വളരെ മോശമാണ്. AC ഒരു വളരെ ഓഫാക്കി തീരെ വർക്ക് ചെയ്യുന്നില്ല. പയ്യെ AC ആണ്. അപ്പൊ ഏതായാലും നമ്മൾ റൂം മാറി നേരം റൂമൊക്കെ വേറെ റൂം എടുത്തു. അപ്പൊ നമ്മളെ റൂം നല്ല റൂമാണ് കേട്ടോ. കരുണാനിധിന്റെ ഇളയ സഹോദരപുത്രൻ ദിൽഫാൻ ഷാ. എല്ലാരും വെയിലാകുമ്പോ കണ്ണടിച്ചു. അജാതി വെയിലാണ്, 37 ഡിഗ്രി സെൽഷ്യസ്. കണ്ണാടി വെക്കുമ്പോ നമുക്ക് കുറച്ചൊക്കെ വെയിൽ കുറഞ്ഞമായി തോന്നുന്നുണ്ട്. പക്ഷെ കണ്ണാടി ഊരുമ്പോഴാണ് ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ ഇതേ മായത്ത് വേറൊരു മോഡൽ ഓട്ടോഷോട്ടാ. 2 ആൾക്ക് മുന്നിൽ ഇരിക്കുക, ബാക്കിൽ ഒരു ചെറിയ സീറ്റ്. എന്നിട്ട് ഇവര് 2 ആളും കൂടി ബാക്കിലാക്കിക്ക. ഞാൻ ദൂരെ കെതിട്ട് നിറയെ ടൈമില് വണ്ടി കൊണ്ടുപോകണത് എന്തായാലും വാങ്ങണം. ആ റംബുട്ടാന്റെ ഇന്നലെ പോന്നിട്ടോ. പക്ഷെ അതിന്റെ ബാക്ക് പക്ഷേ ഇല്ലേ പറ്റി കുത്തനെ ചെരിഞ്ഞിട്ടേ തൊട്ടാ. ഞാനും അയാള് ഉള്ള കട്ടറോഡ് കൂടെ ഒക്കെ കൊണ്ടുപോകാണ്ട് ഞാൻ വീഴാഞ്ഞ ഭാഗ്യം. ഇവര് 2 ആളും ഇന്നെ കണ്ട് ചിരിച്ചാ. രാമകൃഷ്ണ അശ്ര മാർക്കറ്റിലാണ് നമ്മളെ ഇവിടെ എത്തിയിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് മെട്രോ പോകാൻ കേട്ടോ. നമുക്ക് ലിഫ്റ്റ് വഴി പോവാം. ലിഫ്റ്റ് വഴി പോവാം. ഫോൺ ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ലിഫ്റ്റ് വഴി പോവാം. 40 റുപ്യ ആയിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് 10, നേരത്തെ പറഞ്ഞത് ഞാൻ, ഒരാൾക്ക് വെറും 10 റുപ്യ വരുന്നുള്ളൂ. അതിനുള്ളിൽ കിട്ടും ഓരോരോ വെറൈറ്റി മോഡൽ വണ്ടി. നമ്മള് മെട്രോയിൽ എത്തിട്ടോ. നമ്മളെന്താ രാമകൃഷ്ണ അശ്രോ അങ്ങനത്തെ ഒരു പേരാണ് രാമകൃഷ്ണ അതിന്റെ പേര്. അപ്പൊ നമ്മള് ഫസ്റ്റ് പോകുന്നത് സെക്രട്ടേറിയറ്റ് എടുക്കാണ്. സെക്രട്ടേറിയറ്റ് മെട്രോ ഒക്കെ ഉണ്ട്. അവിടെ നമ്മൾ ഇന്ത്യ ഗേറ്റ് കാര്യങ്ങളൊക്കെ അവിടെ വരുന്നത്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് അത് ബസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഓരോ സ്ഥലത്തേക്ക് പോവാം. റോഡൊക്കെ ഫുൾ ബ്ലോക്ക് കേട്ടോ. നമുക്ക് പെട്ടെന്ന് എത്തണമെങ്കിൽ മെട്രോ അച്ചുപടുത്തിയപ്പോ അച്ചൊരു ബർഗർ കഴിക്കണം. അടിച്ച് കഴിക്കണേ. ഇവിടെ ഇരിക്കാനും സ്ഥലമില്ല, ഇവിടെ നിന്ന് കഴിക്കാണ്. നല്ല ചൂടാ. കുട്ടിയൊക്കെ ഇട്ട് നല്ല ചുന്ദരിക്കുട്ടികളായിട്ട് ഇറങ്ങിയാണ് എല്ലാരും. ഒക്കെ ഒലിച്ചിറങ്ങിയതാ. ഇപ്പൊ ഈ സാധനം ഇല്ലാത്ത ഇങ്ങനെ ഒപ്പി നടക്കേണ്ട ഗതികളായി. നല്ല നേരം മെട്രോ കയറി മാത്രം സമാധാനം. നല്ല തണുപ്പുണ്ടാവും. AC ആണ്, അതിൻ്റെ ഉള്ളിൽ ഫുള്ള് AC അല്ലേ. അപ്പൊ എന്നാലും നമ്മൾ ഇനി അടുത്തായിട്ട് പോകാൻ പോണത് ഇന്ത്യ ഗേറ്റിന്റെ അവിടെ പോയ കേട്ടോ. ഇന്ത്യ ഗേറ്റ് കാണുന്നത് നമ്മളെ സത്യം പറയുകയാണെങ്കിൽ എവിടേക്കാ എങ്ങോട്ടാ പോണതൊന്നും അറിയില്ല. നമ്മളെ ഒരു പ്ലാൻ ഇല്ലാത്ത യാത്ര ആയതുകൊണ്ട്. കാരണം അവിടുത്തെ ചൂട് ഇതായ കാരണമാണ് നമ്മൾ ഇവിടുത്തെ നല്ലതാവുമല്ലോ വിചാരിച്ചു വന്നാ അവിടുത്തെ തന്നെ കാട്ടി ചൂട് പോരാ. പക്ഷെ നല്ല കാണാനും ഇവിടെ ഉണ്ട് കേട്ടോ സംഭവം. സ്പെൻഡ് ചെയ്യേണ്ട നാളെ താജ്മഹൽ കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹം പോയി താജ്മഹൽ കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ അതിന്റെ വീഡിയോ ഇതിന്റെ ബാക്കിൽ ഉണ്ടാവൂലേ. ഒരുപാട് വീഡിയോസ് ആരാണ്ട് നമ്മള് മറ്റേ ഇന്ത്യ മാർക്കറ്റിന് പിന്നെ സരോജിനി മാർക്കറ്റിൽ പോണ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ഇടാം. കുത്തുമീനാർക്ക് നമ്മൾ പോകുന്നുണ്ട്. ഏതായാലും വലിയ ഏരിയ നമ്മൾ കവർ ചെയ്യും. പിന്നെ ഇപ്പൊ എന്താ ലോട്ടസ് പോയിന്റ് പോകണ്ടേ, അത് നമ്മൾ പോയ കേട്ടോ. പിന്നെ നമ്മളെ യൂട്യൂബ് ചാനലില് ഇന്നലെ മസ്ജിദാണ് ജമാ മസ്ജിദിൽ പോയതിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈവനിങ് എത്തിക്കാണ്ട് നമ്മൾ നേരെ ഇവിടുന്ന് റൂം എടുത്തുകാണ്ട്
ജമാ മസ്ജിദ്, നമ്മൾ ഡൽഹി ജമാ മസ്ജിദ് പോയി അവിടുത്തെ മാർക്കറ്റിന്റെ കാര്യങ്ങളും. അപ്പൊ അതിന്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുടെ കണ്ടുങ്ങാണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യാം. രാജീവ് സൗക്ക് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടോ. ഇനിയിപ്പോ നമുക്ക് സെക്രട്ടറിക്ക് പോകണം. നമ്മുടെ ഭയങ്കര വലിയ സ്റ്റേഷനാണ്. ഏതായാലും റൂട്ടാ പോയി. യെല്ലോ ലൈനാണ് ആ ഭാഗം. യെല്ലോ ലൈനാ. അതാ നമ്മള് വേറെ മെട്രോ കയറാൻ വേണ്ടി ഇങ്ങാണ്ട് ഇറങ്ങിയതാണ്. നല്ല തിരക്കുള്ള സ്റ്റേഷൻ കേട്ടോ. നല്ല ജനാണ്. വലിയ ഏതോ ഒരു മാള് വന്ന മാതിരി ഉണ്ട്. എന്തായാലും ഗൈസ് നമ്മൾ അടുത്ത മെട്രോ കയറട്ടെ. ഗൈസ് അങ്ങനെ നമ്മൾ ഇതാ ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ സെൻട്രൽ സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. നമ്മൾ ബസ്സിൽ അങ്ങോട്ട് പോകുന്നുണ്ടോ ആ ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ. ബസ്സിലൊന്ന് പോയോട്ടെ. അതിൻ്റെ അവസ്ഥ എങ്ങനെ അറിയാം. ഇവിടുന്ന് ബസ് കിട്ടും ചോദിച്ചോട്ടെ. ഓട്ടോറിക്ഷ കയറാൻ ഓട്ടോറിക്ഷ അജാൽ ചൂടാണ് ഇപ്പോൾ. എന്താ 38-39 ഡിഗ്രി ആയിക്കോണോ ഇപ്പോൾ. നല്ല ചൂടുണ്ട് കേട്ടോ. സത്യം നല്ല ചൂടുണ്ട്. കിട്ടെങ്കിൽ നടക്കവിടെ. കാലം മാറി വന്നു ഗൈസ്. കാലം മാറി വന്നു. ഒന്നാമത് നമ്മളങ്ങനെ ടൂർ എന്നുള്ള മൈൻഡിൽ വന്നതല്ല. നമുക്കൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൂറിന് മൈൻഡ് വന്നതല്ല. ഏതായാലും പക്ഷെ നമ്മൾ വന്ന സ്ഥിതിക്ക് നമ്മൾ കാണണം. നമ്മൾ ടൂർ എന്ന് പറഞ്ഞ് വന്നതല്ല. നമ്മളെ സാഹചര്യം കൊണ്ട് വന്നു വിട്ടുപോയി അല്ലോ. അപ്പൊ എന്തായാലും ഇത്രയും നാട് കടന്ന് നമ്മൾ വന്നുകൊണ്ട് മുന്നിൽ ഇവിടെ ഒക്കെ കണ്ട് രസിച്ച് പോവാ വിചാരിച്ച്. ചൂടൊന്നും നമുക്കൊരു പ്രശ്നമല്ല ഗൈസ്. 4 എയർപോർട്ടിൽ എന്താ നല്ല സ്ഥലങ്ങൾ നമുക്ക് കാണാം. കൂടെ നിങ്ങൾക്ക് കൂടി കാണിച്ചാലോ വിചാരിച്ച് താൻ പോടോ. അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടേക്ക് ഇങ്ങനെ പോകാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ അവിടെ എത്തട്ടെ. ബസ് ഇപ്പോഴും എത്തിയിട്ടില്ല. ഇനി ആയി കയറി അവിടെ എത്തിയിട്ട് വേണം. മെട്രോ ഇറങ്ങിയപ്പോൾ തന്നെ കണ്ട് നേരെ മുന്നിൽ ഒരു പാർക്കും ഒരു ചെറിയ തടാകമായിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട്. എന്താ സംഭവം എന്ന് അറിയില്ല. അറിയുന്നവരൊക്കെ കമൻറ്റ് ചെയ്തോ. ഏതൊരു നമുക്ക് അതിനെ പറ്റി ഐഡിയ ഇല്ല. അതേതാണ് അവിടെ പോകാൻ പറ്റും. ജാതി പേയില്ല. അങ്ങനെ ശശി ആയിരിക്കുകയാണ് ഗൈസ്. ശശി ആയതൊന്നല്ല. ബസ് നാളെ എത്തിച്ചാ ഓള് വേറെ ബസ്സിന്റെ ചോട്ടിൽ പോയി ഒന്ന് കേറാൻ. ശശി ആയിരിക്കും തിരിച്ചു വരികയാണ്. വെയിലത്തിൽ പാഞ്ഞു. ഇത് പണ്ടില്ലേ ഞങ്ങൾ ഇതേമാതിരി ടൂർ പോയിരുന്നു കേട്ടോ. പണ്ട് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നും ഓർമ്മയില്ല. ട്രെയിനിലാണ് പോയത്. അതിൽ ടിക്കറ്റ് എടുക്കാൻ മറന്നു പോയതാണോ ടിക്കറ്റ് എടുത്തിട്ടില്ല നിങ്ങൾക്ക് ഓർമ്മ കറക്റ്റ് ആയിട്ടില്ല. ടിക്കറ്റ് ഇല്ല എന്തായാലും കയ്യിൽ. എന്നിട്ട് TTR വന്നപ്പോൾ ബാബു ഞങ്ങളെല്ലാവരും കൂടി അവിടുന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞു. ടിക്കറ്റ് എടുത്തിട്ടില്ല. പറഞ്ഞേക്ക്. എന്നിട്ട് TTR വരുന്നേ കണ്ടിട്ട് എന്ത് സംഭവിച്ചറിയാം. ബാബു ചാടേ എന്ന് പറഞ്ഞ ട്രെയിനിൽ എടുത്ത് ചാടിപ്പിച്ച്. ഞാൻ മുന്നേക്ക് ചാടി. ഞങ്ങൾക്ക് മുന്നേ ചാടിയോണ്ട് പിന്നെ TTR പിടിച്ച് ഞാൻ പിന്നെ എങ്ങോട്ടാ പോണെന്ന് വെച്ച് എന്നോട്. എന്നാലും ബസ് വന്നു കഴിച്ചു. ഇവിടുത്തെ ബസ് ഉണ്ട്. നമ്മുടെ ഫുൾ സ്ലീപ്പർ ഗ്യാസിന്റെ ഗൈസ് നമ്മളെ അറിവിൽ ഒരു പച്ച ബസ്സാണ് ഇന്ത്യ ഗേറ്റിന്റെ അവിടേക്ക് പോകണമെന്നാണ് മൈൻഡിൽ ഇപ്പൊ അറിയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു പച്ച ബസ് ഇങ്ങനെ വരുന്നുണ്ട്. ഇനിയിപ്പോ അതന്നെ അത് അങ്ങോട്ടാണോന്ന് അറിയില്ല. ടൂറിസ്റ്റ് പ്ലേസൊക്കെ പച്ച വേണ്ടിയാ. നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. വന്ന് കഴിക്കാൻ എല്ലാരും വെള്ളം കുടിയിലാണ്. ഗരം ബഹുത്ത് ഗരം കണ്ടപ്പോ അതാണ് ബാക്കിലാക്കണോ. നമുക്ക് അങ്ങോട്ട് പോണം. നമ്മളിവിടെ ഇപ്പൊ ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടാ. ഭയങ്കര ചൂടും താവും. അപ്പൊ അങ്ങനെ നേരം കണ്ടപ്പോ നിർത്തിയാണ്. നമ്മള് ഇന്ത്യ ഗേറ്റിന് മുന്നിലെത്തിയത്. നമ്മളെ ഇന്ത്യ ഗേറ്റ് ഇതാ നമ്മുടെ പുറകിൽ കാണുന്നു. അങ്ങോട്ട് കുറച്ച് നടക്കാണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ കാഴ്ചകളൊക്കെ കാട്ടിത്തരാം. ചങ്ങായിമാരൊക്കെ കേട്ടോളി. ഇന്ത്യ ഗേറ്റിന് മുന്നിൽ അച്ചെത്തിയിട്ടുണ്ട്. അച്ഛന് ചങ്ങായിമാരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഓന് ഡൽഹിക്ക് പോറപ്പോ ഡൽഹിക്ക് ഒന്നും പോകില്ല. അജി വെറുതെ പുളി വിടണം അല്ലേ. പുളി ഒരു ഫോട്ടോ ക്ലാസ് പോകുമ്പോഴേ ഞാൻ ഈ വാക്കുത്തതിനാറ് മുന്നിൽ അച്ഛൻ്റെ ഒരു ഫോട്ടോ എടുക്കും. പൊളിക്കും. ചൊറ കേസ്. ഒരു ചെവി ചെപ്പി എന്നിട്ട് കോലത്ത് കണ്ട് ചെപ്പി ഓടിത്തരാൻ 100 രൂപ. പക്ഷെ അതെല്ലാം വിറ്റതല്ല. ഇതല്ലേ ഇവനൊന്നും ഉണ്ടാവില്ല വിചാരിച്ചു ഇരുന്നിട്ടാ. ഓരോ അതങ്ങോട്ട് ഉള്ളിക്കിട്ട് എടുത്തപ്പോഴേ ഓൽക്കന്നെ അഞ്ചത്ര അപ്പൊ ഗൈസ് നമ്മളിങ്ങനെ അങ്ങോട്ട് വാ തീരെ പിന്നാലെ കൂടിയത് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മളിത് ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാണ്. അവിടെ നല്ല വെയിലാട്ടോ. അപ്പൊ കുറച്ച് അപ്പുറത്തോടെ തണലുണ്ട്. അവിടെ നമ്മൾ കാട്ടിത്തരാം കറക്റ്റ്. അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ എൻട്രൻസ് കയറിട്ടോ. ഒരു തുരങ്കം വഴിയാണ് പോകുന്നത്. തുരങ്കം വഴിയാണ്. ഒരുപാട് ഹിസ്റ്റോറിക്കൽ പിക്കുകളുടെ കാണുന്നുണ്ട്. എവല്യൂഷൻ ഓഫ് ദ ന്യൂ ക്യാപിറ്റൽ. ഇന്ത്യ ഗേറ്റിന് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് മിനിറ്റ് പോകണ്ട്. ഒരു 100 മീറ്റർ.
വെയിലായതുകൊണ്ട് എല്ലാരും കിളി പാറിയിരിക്കാണ്. ഇതൊക്കെ സത്യം പറഞ്ഞ ലൈഫിലെ നല്ലൊരു മൊമെന്റ് ആണ്. പക്ഷെ അല്ലേ വെയില് കാരണം മൊമെന്റ് നമ്മര് ഭയങ്കര നല്ല വെയില. 43 ഡിഗ്രി ഒക്കെ. ഊന്റെ പൊന്നോ. ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അതിൽ പോയി തലക്ക പറ്റുമോ? നല്ല രസമുണ്ടല്ലേ കാണാന്. പട്ടാളക്കാരൊക്കെ ഇങ്ങനെ ഇതാണ്. അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ മുന്നിൽ ഇതാക്കും കേട്ടോ. കറക്റ്റ് തൊട്ടടുത്തെത്തിക്കണു. അതിന് കമ്പനി വരെ ചാരാൻ പറ്റില്ല. പട്ടാളക്കാരൻ ബീച്ചിലടിക്കും. പണ്ടാടും. അപ്പം ഗൈസ് നമ്മള് എന്താ പറയാ ഇതിന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്നായിരുന്നു. പക്ഷെ നമുക്ക് വെയിൽ കാരണം ഫോട്ടോ എടുക്കാൻ വയ്യ. എന്നാലും എങ്ങനെയെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കും. അതന്നെ ഓരോരുത്തരായിട്ട് ആയാലും ഒപ്പിക്കും. ഫുള്ളായിട്ട് നമുക്ക് എടുത്തരാൻ വേറെ ആളല്ലേ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സ്വപ്നങ്ങൾ ഈ ഇന്ത്യ ഗേറ്റ് കാണണമെന്ന് കുറച്ചുകൂടി നമ്മൾ താജ്മഹൽ കാണണം, കുത്തുമിനാർ കാണണം. അതെ, കാര്യമായിട്ടുള്ള ആഗ്രഹം. ഇല്ല വെയില കഴിയുന്നില്ല. എല്ലാവരും കിളി പറയുന്നു. അങ്ങനെ നമ്മളിതാ കുത്തബ് മിനാർ കാണാൻ വേണ്ടി വന്നിക്കാണ്. മെട്രോ ഇറങ്ങിങ്ങാണ്ട് ഇതാ ഇവിടെ ഓട്ടോ പോകണം. 20 രൂപീസാണ് ഓട്ടോ കയറില്ലേ. നമ്മൾ ഓട്ടോ പോയോട്ടോ. ബാക്കി കാര്യങ്ങൾ ഭയങ്കര വെയിലുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എടുക്കണില്ല. എന്നാലും നിങ്ങൾക്ക് കുത്തബ് മിനാറും അതുപോലത്തെ ഇന്ത്യ ഗേറ്റും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ ഓട്ടോറിക്ഷ നോക്കട്ടെ. ഗൈസ് അങ്ങനത്തെ നമ്മളിപ്പോൾ ഓട്ടോറിക്ഷ കയറിയിട്ടാണ്. അച്ഛൻ മുന്നിലാണ് കേട്ടോ. അപ്പോൾ കാണുന്നുണ്ടോ? തലയാണ് കാണുക മോനെ. എന്തായാലും ഇവിടുത്തെ ഒരു ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ ഭയങ്കര സ്പീഡല്ല ബാബു. എന്തായാലും പോയി നോക്കട്ടെ. വന്ന അപ്പം തന്നെ വെള്ളം കുടിച്ചിട്ടോ. അമ്മ അതിരി ഇമ്മ വന്നേക്കല് അങ്ങോട്ടാ കയറിയിരിക്കുന്നത്. ഇറങ്ങിയാണ് ഇങ്ങോട്ട്. ബാബു ഞാൻ കാണിച്ചു കേട്ടെ. നമ്മൾ ഡൽഹി എത്തിയതിന്റെ ശരി എത്ര വെള്ളം കുടിച്ചിട്ടുണ്ട്. ഞാൻ കറുപ്പാണ് ഫുള്ള് ഇട്ടിക്കണതൊന്നും. എന്തായാലും നമ്മൾ കുത്തബ് മിനാറിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ടില്ല, ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി ബാബു ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് കൗണ്ടർ അവിടെയും നമുക്ക് പോകേണ്ടത് ഇവിടെയാണ്. അപ്പോൾ എന്തായാലും ബാബു പോയി ടിക്കറ്റ് എടുത്തിട്ട് വരച്ചേട്ടോ. മമ്മി രസമുണ്ടല്ലേ സ്ഥലങ്ങളൊക്കെ കാണാന്? രസമുണ്ട്. വെയിലാണ്. അമ്മ മെട്രോയില് ഞാൻ ഇവിടെ വന്നതാണ് എൻ്റെ സ്റ്റാഫുകളൊപ്പം. ഉമ്മാൻ്റെ ഒരു പ്രാവശ്യം പോന്ന് വന്നോ? ഞാനിവിടെ വന്നതാണ്. അന്ന് ഇത്ര വെയിലില്ലേന്നമ്മ? അന്ന് ഇത്ര വെയിലില്ലേന്നോ? അന്നത്തെ കാലത്തൊന്നും ഇത്ര വെയിലില്ല. അതെന്ത് അന്ന് വെയിലില്ലേ? അന്ന് വെയിലില്ല ഇവിടെ. കുറവായിരുന്നു, തണുപ്പ് കാലം. നമ്മള് എന്താ പറയാ മെട്രോയിൽ ഇരുന്ന ടൈമില് വേർപ്പൊന്നും ഇല്ലാതെ AC കൊണ്ട് ഇരുന്നിട്ടാ. അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ ഉരുകി വലിച്ചത്. എന്തായാലും കൊറേ സ്ഥലങ്ങളൊക്കെ ഒരു കാണാനമ്മ. നമ്മള് വേണ്ട പോവാന്നൊക്കെ വിചാരിച്ചിട്ടാ. പെണ്ണുങ്ങളെ ഇടക്കിടക്കൊക്കെ എപ്പോഴെങ്കിലും ഒരു 2 കൊല്ലം കഴിയുമ്പോ ഒന്നും ഇങ്ങനെ ടൂറ് പോവാഞ്ഞാല് നിങ്ങൾക്ക് നമ്മളെ അടുക്കളയിൽ തന്നെ പണി അടുക്കള കുട്ടികള് മക്കളിത് മാത്രം കിട്ടും. എപ്പോഴെങ്കിലൊക്കെ ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തിറങ്ങി കാണാം. ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ മാപ്പിളനാരോട് പറഞ്ഞിട്ടോ. ചില മാപ്പിളാരുണ്ട് കൊണ്ടുപോകാനല്ലേ പുറത്തേക്ക്. എന്തായാലും ഗൈസ് കിട്ടിയ അവസരം മുതലെടുത്ത് പുറത്ത് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കാണാം. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾക്ക് എപ്പോഴാ പോണം തോന്നണേ അപ്പൊ ഞങ്ങളാണ്ടിറങ്ങും. നമ്മളാരും കൊണ്ടുപോകാനൊന്നും കാരണം ഞങ്ങൾ എന്നാ ശരി ഗൈസ്. ബാബു ടിക്കറ്റ് എടുത്ത് പോകുന്നുണ്ട്. നമുക്ക് കണ്ടുപോയാ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ കുത്തുമിനാർക്ക് ടിക്കറ്റ് എടുത്തിട്ടോ. 3 പേർക്ക് ടിക്കറ്റ് എടുത്ത് 15 താഴെ ഫ്രീ ആണ്. അച്ഛന് ഫ്രീ ആണ്. ഒരാൾക്ക് 40 രൂപ ടിക്കറ്റ്. നമ്മൾ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് കൊടുത്താൽ 35 ആണ്. നമ്മളെ കാർഡ് കൊടുത്ത് അപ്പോൾ 15 കിട്ടി. 105 രൂപയ്ക്ക് 3 ടിക്കറ്റ്. അപ്പോൾ ഇത് നമ്മൾ കാണട്ടെ. ഫോറിൻസിനൊക്കെ 600 രൂപ ആ സാധുക്കൾ ശരിയാക്കാൻ. പോലീസല്ല, ഫോറിൻ ഗൾഫിലത്തെ ആൾക്കാരൊക്കെ വന്നാലേ, വിദേശികൾ വന്നാലേ യൂറോപ്യത്തെ ഇംഗ്ലീഷുകാരന്മാരില്ലേ ആരൊന്നാലും പുറത്ത് ഇന്ത്യന്റെ പുറത്തുള്ള ആൾക്കാർ ആർക്കും വരാം. ബംഗാളികളിൽ പോയി 600 രൂപ. നമ്മൾ മറ്റൊരു പ്രസിദ്ധമായ ടൂറിസ്റ്റ് കുത്തുബ് മിനാറിന്റെ ചോട്ടിലപ്പുറം കേട്ടോ. എന്തോന്ന് കുത്തുബ് മിനാർ അതല്ല വേറെ എന്തോ ഒന്ന് പറഞ്ഞല്ലോ. ഇന്ത്യയിൽ പ്രസിദ്ധമായ മറ്റൊരു ടൂറിസ്റ്റ് കേന്ദ്രമായ കുത്തുബ് മിനാറിന്റെ പുറത്താണ് ഞങ്ങളുള്ളത്. പുറത്തല്ലേ? കുത്തുബ് മിനാറിന്റെ അടിയിലാണ് കുത്തുബ് മിനാറിന്റെ അടിയിലാണ് കുച്ചിട്ടൊക്കെ അടിയിലാണ് നടക്കണെന്ന് പറഞ്ഞാലേ നിക്കണ പോയിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞോ അച്ഛൻ ചങ്ങന്മാരെ പ്രത്യേകം പറഞ്ഞതാണ് ഈ കുത്തുമിനാർക്ക് പോരാ. ഹലോ ചച്ചോ
അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ പറയും അല്ലേ. അതെന്തായാലും ഗൈസ് നമ്മള് കുത്തമ്പ മിനാറിൻ്റെതാ സംഭവം ഇങ്ങനെ എന്നാലേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ, അങ്ങോട്ട് അല്ല വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ട് ചെന്നാൽ പിന്നെ കുത്താനേക്കാരം. ഇതാകുമ്പോൾ കുറച്ച് ലോങ് നമുക്ക് ഷൂട്ട് കിട്ടും കേട്ടോ. കുത്തുബിനാർ എത്തിയിരിക്കുകയാണ്. വേറെ കുത്തുബിനാർ മതി ഗൈസ്. നല്ലൊരു ഫോട്ടോ എടുത്ത് തരുമോ വെച്ചിട്ട് എന്തൊരു ചെയ്യാനും ഞാൻ എടുത്ത ഫോട്ടോ ഞാൻ വേണേ സ്ക്രീനിൽ കൊടുക്കാം. പിന്നെ ഓർന്ന് നമ്മളിതാ കുത്തുബ് മിനാർ. എനിക്കത് തൊള്ളയിൽ വഴങ്ങുന്നില്ല. കുത്തുബ് മിനാർ ഓക്കെ. കുത്തുബ് മിനാർ. എന്തായാലും ഗൈസ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വെയിൽ ഇവിടെ ചെറിയൊരു ആക്കണ്ട, വെയിലെത്തി കണ്ട ഇങ്ങനെ കാണുന്ന സംഭവം. അപ്പൊ എന്തായാലും ഗൈസ് ഇത് നല്ല എന്താ പണ്ട് ഏതോ ക്ഷേത്രമാറ്റ പള്ളി എന്നത് എനിക്കറിയില്ല. ഇത് ഓരോ പഴയ കാലത്തെ കൊട്ടാരമാര് അങ്ങനത്തെ ഒരു ഇതല്ലേ, ഓരോ ചരിത്രങ്ങളും നമുക്ക് അറിയാത്തോണ്ട്. ചരിത്രങ്ങളൊന്നും ഞങ്ങൾ വായിക്കാത്തോണ്ട് വളരെ വീക്കായിരുന്നു. ഞാൻ എടുത്തത് കൊമേഴ്സ് ആയതുകൊണ്ട്. കൊമേഴ്സിൽ എന്തായിരുന്നു ബാബു? കണക്കുകൾ കൂട്ടുപരമായി ആയിക്കോട്ടെ. എന്ത് കണക്ക് പഠിച്ചു? കണക്ക് 1 2 2 4 പറയുകയാണെങ്കിൽ ഞാൻ ഹിസ്റ്ററി പഠിച്ചതാണ്. ഞാൻ മറ്റേന്നല്ലോ എന്താ പറയുക ഹ്യൂമാനിറ്റീസ് ചെയ്യുന്നല്ലോ ഞാനും. നേരം പോയി 2 കൊല്ലം വെറുതെ പോയി. കൊട്ടമാതിരി മുട്ട കിട്ടി 6 പൊട്ടി. പൊടി കൊടുന്നേ വെറുതെ പറയണ ഗൈസ്. എന്റെ മാതിരിയല്ല ഞാൻ അന്തസ്സായിട്ട് +2 പാസ്സായിക്കണം. എങ്ങനെ പാസ്സായി? ജയിച്ചു പാസ്സായി. അല്ലരങ്ങി പാസ്സായി. തോറ്റുകയാണ്. +2 ബുക്ക് ആയിട്ട് +2 ജയിച്ചടി. ഞാൻ അന്തസ്സായി പൊട്ടി. ഗൈസ് എനിക്ക് പഠിക്കാൻ പണ്ടേ ഇഷ്ടമില്ലാത്തൊരു ആളാണ് ഞാൻ. നമുക്ക് ഈ ചിത്രം വരയ്ക്കുക, ഞാൻ ഇപ്പോഴാണ് കേട്ടോ ചിത്രം വരൊന്നും ഇല്ലാഞ്ഞത്. കല്യാണം കഴിഞ്ഞ് വന്ന ടൈമിൽ ഞാൻ ഒരുപാട് ചിത്രങ്ങളും അതേമാതിരി ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും പറയും എനിക്ക് പണ്ടത്തെ പണിയൊന്നും ഇപ്പം ഇല്ലേന്ന്. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ ഇവിടുത്തെ കാഴ്ച ബോട്ടിൽ ആർട്ടിന്റെ കഥ ഒന്നും പറയണ്ട ഗൈസ്. മിനൂട്ടിക്ക് കൊണ്ടുപോയിക്കാണ്ട് നമ്മളെ ഏരിയയിൽ നിന്ന് സകല ബീർ കുപ്പി പൊടിക്കൊണ്ട് ഇവിടെ അയിമ ഇറക്കാൻ വേണ്ടി ഇവിടെ ലാസ്റ്റ് ഇവിടെ നിർത്തിയപ്പോൾ പെരി ഫുള്ള് ബീർ കുപ്പി. ഈ ചങ്ങായി ഇതൊക്കെ ഇവിടെ കുടിച്ചു തീർത്തതാണ്. ലാസ്റ്റ് ഇപ്പഴത്താണ് മറ്റേ ബിൽക്ക് കൊടുത്ത് ഹരിത കർമ്മസേന വരുമല്ലോ മറ്റേ അതുപോലെ കൊടുത്തേക്ക. അപ്പോൾ എന്തായാലും ഗൈസ് ഇവിടുത്തെ കാഴ്ച കാണിച്ചാൽ ഭയങ്കര വെയിൽ, അതൊക്കെ ഒരു ചരിത്രമാണ് ഗോസ്. ചില ടൈമിൽ ചില പിരാന്താണ് എനിക്ക്. അപ്പോൾ എന്തായാലും ഗൈസ് ഇവിടെ എന്നാലും ആക്കാട്ടോ വെയിലിന് ചെറിയൊരു ആക്കം കുറവുണ്ട്. ഫോണൊക്കെ ഉണ്ട് ചൂടായിട്ടേ. ഫോണിൻ്റെ പുറത്തിപ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് വെച്ചാൽ അവിടെ അങ്ങനെ ആംപ്ലേറ്റ് ആയിട്ട് നിൽക്കും. ഇതാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ഇതൊരു ഇങ്ങനെ ഒക്കെ കൈപ്പണി കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. എന്തൊക്കെയാണ് ഉണ്ട് അതൊക്കെ നല്ല വർക്കാണ് ഇവിടെയൊക്കെ കാണാനായിട്ട്. ഇതൊക്കെ ഖുറാൻ്റെ ആയത്തുകളാണല്ലോ റബ്ബേ. ഗൈസ് ഞാൻ ഖുറാൻ്റെ വാക്കുകൾ നല്ല പറഞ്ഞത്, ആയത്തുകൾ നല്ല പറഞ്ഞത് അറബി എഴുത്തുകളാണ് കേട്ടോ. അതാ കണ്ടോ അങ്ങനെ നിന്ന് നോക്കിയാൽ അള്ളാന്നുള്ള ഇതൊക്കെ ഉണ്ട്. വലില്ലാന്നല്ലേ സോറി. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാനായിട്ട്. അത് വരുന്നോ ഇമ്മ കണ്ണിക്കാട്ട പെണ്ണുങ്ങളെ മുടിയാക്കാതെ നടക്കാണ്. ഇതേ വെള്ളം കുടിച്ച് ഡൽഹി കാര്യം വരണ്ടേ വണ്ടി തിരിച്ചിട്ട് കേട്ടോ ഈ ടൈമിൽ നമുക്കറിയില്ലേനു. അത് നമ്മൾ ചെക്ക് ചെയ്യാത്തോണ്ടേ അല്ലെങ്കിൽ നമുക്ക് മൊബൈലിൽ ചെക്ക് ചെയ്യുക, വെതർ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അയാൾ വല്ല യൂട്യൂബർമാരുടെ വീഡിയോ ഉണ്ടാകും. ഒരു ടൈമിൽ ഡൽഹിക്ക് പോകാൻ പറ്റിയാണ്. അറിയരുത് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള മെയിൻ റീസൺ ഈ ഒരു മുതൽ. എന്നിട്ട് ഇവിടെ വന്നിട്ട് യൂട്യൂബ് നോക്കിയാൽ ഓനല്ലേ ഇങ്ങോട്ട് ഞാനില്ല. ഞാൻ ഒരിക്കലും ഇപ്പം നമുക്ക് ആ വെയിലിൻ്റെ കാര്യം നമ്മൾ ചിന്തിക്കണില്ല, ചൂടിൻ്റെ കാര്യം. അവിടുത്തെ തന്നെ ചൂടായത് ഞങ്ങൾ അവിടുന്ന് കറക്റ്റ് പർച്ചേസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കുറച്ച് വളരെ കണ്ടിട്ട് ചെയ്ത് കണ്ട് പിന്നെ വേഗം സെർച്ചതാണ്. പക്ഷെ സൂറത്തൊന്നുമില്ലേ നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള ഒറ്റ കാരണം ബാബുവാണ്. നമുക്ക് ഡൽഹി പോയാലോ എന്ന് ബാബുവാണ് ആ ടോപ്പിക്ക് ഫസ്റ്റ് എടുത്തിട്ട് കേട്ടാ. എന്നിട്ട് ഡൽഹിയിലത്തെ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഇരുന്ന് കാണും പഠിക്കണമൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണാവാ ചൂടിൻ്റെ കാര്യം മാത്രം ഒന്നും അറിയാഞ്ഞത്. ഡൽഹിയിൽ ഒരുപാട് അതായത് നമ്മൾ ഈ സൈറ്റ് സീനൊക്കെ പറഞ്ഞു കണ്ടില്ലേ ഒരുപാട് തട്ടിപ്പടക്കുന്നുണ്ട്. കാരണം പറഞ്ഞാൽ ഒരു സൈറ്റ് സീൻ ഇത്ര പൈസ അറിയും. ഇതിൻ്റെ ആദ്യമൊക്കെ ഫോട്ടോ കാണിച്ചു ഇന്ന സ്ഥലങ്ങളൊക്കെ കുറേ ഉണ്ട് അറിയും. ഇതുപോലെ തട്ട് പറഞ്ഞോ ഒരു 1-2 സ്ഥലങ്ങൾ കൊണ്ടേക്കാണ്ട് നിങ്ങളെ ആരാണ്ട് നേരം വെക്കിയത് ബ്ലോക്ക് ആണ് ഒരു പൈസ ചാടും. ഫസ്റ്റ് പൈസ രാജ്യത്തിന് കൊടുക്കുമല്ലോ. നമ്മളെ തട്ടി ഫുള്ള് മെട്രോ പള്ളിയും മെട്രോ. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ നമ്മളെ ബസ്സില്ലേ ട്രാൻസ്പോർട്ടിൽ ലേഡീസിന് പൈസ ചാവുന്നുണ്ട്. അതിനോട് പറഞ്ഞ ഒരു അണ്ണം എന്നോട് പറഞ്ഞതാണ്. അതിൻ്റെ കരാളോട് ലേഡീസിന് പൈസ വേണ്ട. പക്ഷെ ഞങ്ങൾ ഒരു മറ്റേ 1 മണിക്കൂറോളം ബസ് കാത്തുന്നു. കാരണം നമുക്ക് ബസ്സിൽ എക്സ്പീരിയൻസ് വേണമല്ലോ.
മൂഞ്ചി ലാസ്റ്റ് ഓട്ടോറിക്ഷ തന്നെ പോയില്ലേ. ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് നിന്ന് മറ്റേ മെഴുകുത്തിരി ഒലിക്കണ പോലെ ഉരുകി ഇങ്ങനെ ഒലിച്ചെന്നെ രാവിലെ ഇട്ട ഇവിടെ വേറെ വിഷയമുണ്ട്. ഇവിടെ നമ്മൾ കണ്ടത് 5:30 മുതൽ നേരം വെളുക്കാണ്. അത് മാത്രല്ല 7 സൂറത്തിലൊക്കെ 7 ഇപ്പോഴും ഇരുട്ടാണില്ല. ഇവിടുത്തെ അവസ്ഥ ഇന്നലെ അതേ മരുന്ന്. ഇപ്പം നമുക്ക് നോക്കാം. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടോ ഈ കാണുന്നത്. നമുക്ക് കൂടുതലായിട്ട് ഇവിടെ കാഴ്ചയുള്ളത് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇതിന്റെ ഇവിടെ വേറെ ഒരു യൂട്യൂബർ ഉണ്ട്. നല്ല രസമുണ്ട് എന്തായാലും കാണാനായിട്ട്. ഇതെന്തായാലും പള്ളിയാണ്, അതെനിക്ക് ഉറപ്പാ കേട്ടോ. ജിന്നിട്ടതാണോ മാലാഖ എടുത്താണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് പള്ളിയാണ്, അത് ഉറപ്പാ. ജിന്നെടുത്തൊന്നും മറ്റേ ഇവിടുത്തൊന്നല്ലത്. ഇത് മനുഷ്യന്മാരുണ്ടാക്കിയാണ് കുത്തുബിനാറ്. വാട്ടർ ഡോയിങ് അങ്ങനെയല്ലടാ പറഞ്ഞ ബാബോ. ഈ ബിൽഡിങ്ങിന്റെ കാര്യം അമ്മ പറഞ്ഞേക്കാം. ബിൽഡിംഗ് തന്നെയല്ല, ഇത് ബിൽഡിംഗ് ഒന്നല്ലത്. ഇതെന്താ ബിൽഡിംഗാ? ഇത് എനിക്കൊന്നും 100% ഉറപ്പുള്ള കാര്യം പറയട്ടെ, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇത് പഴയ കാലത്ത് ഒരു പള്ളിയാണ്. എന്ത് പള്ളി? ഇവിടെ ഇത് പള്ളി തന്നെയായിരുന്നു, ഉറപ്പാ. കാരണം എന്താന്ന് പറയുമ്പോ ആൾക്കാർ നിങ്ങളെ ട്രോളി കൊല്ലിട്ടോ പള്ളി എന്നൊക്കെ പറഞ്ഞത്. ട്രോള് ആ കൊറേ അറബേശ്വരാണ്, അത് ലായിലൊന്നല്ല. പിന്നെ ഒന്നും അറിയില്ല. കുണ്ടിയത് കട്ടൊക്കെയുണ്ടോ? അറബി അക്ഷരങ്ങളുണ്ട്. എന്തായാലും അമ്പലത്തിൽ പോയി ഞാൻ അറബി അക്ഷരം കുത്തിയേക്കൂലല്ലോ. അങ്ങനെ ഗായ്സ് നമ്മളിതാ ഖുതമ മിനാറൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുവാണ് ഇതിൻ്റെ ഉള്ളില്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് കാരണം നമ്മുടെ ഫോണിൽ ചാർജ് ചെയ്യാം. പിന്നെ നമ്മൾ അടുത്ത സരോജിനി മാർക്കറ്റിൽ പോട്ടോ, അതൊരു സെപ്പറേറ്റ് വീഡിയോ ഞങ്ങൾ കാട്ടിത്തരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ ഈ ട്രിപ്പിന്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു യാത്ര എന്നൊക്കെ കമന്റ് ചെയ്യാം.